ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ? കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? ഇപ്പോൾ കാണാനേ ഇല്ലല്ലോ. ഇതൊക്കെ അല്ലേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ? ഇതൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട്, ഇവിടൊക്കെ തന്നെ കാണും എപ്പോഴും. ഞാൻ എവിടെയും പോവില്ല. ഇതാണ് എൻ്റെ ലോകം. ഞാൻ എവിടെ പോകാനാ? വിഷുവൊക്കെ അങ്ങ് അടുത്തപ്പോഴേ ബിസിനസ്സിൻ്റെ തിരക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരു അധികം തിരക്കുണ്ടായിരിക്കില്ലേ സെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അതിലങ്ങോട്ട് അതിൽ കൂടുതൽ അങ്ങോട്ട് തിരക്കിലായപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങ് എഡിറ്റ് ചെയ്യാനിരിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. എഡിറ്റിങ്ങിന് നമ്മളിങ്ങനെ കുറച്ച് നേരം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കും വേണം. പിന്നെ എപ്പോഴും നമ്മൾ മൊബൈൽ നോക്കല്ലേ, ഈ ഓർഡർ എടുക്കലും എല്ലാം മൊബൈൽ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് എഡിറ്റിങ്ങിന്. അപ്പോൾ എനിക്ക് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാര്യം നോക്കണം, പിന്നെ വീട്ടിലത്തെ പണികളും എല്ലാം കൂടി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തു വെച്ചു, പക്ഷേ അത് എഡിറ്റ് ചെയ്യൽ കുറച്ചായിട്ട് അതങ്ങനെ നീണ്ടു പോയതാണ്. ഇനി അത്രയ്ക്കും തിരക്കുണ്ടാവില്ലല്ലോ, ഇങ്ങനെ ഇത്തിരി തിരക്കൊക്കെ കുറഞ്ഞല്ലോ. അപ്പം ഇനി വ്ളോഗും കാര്യങ്ങളും നമ്മൾ സാധാ പോലെ തന്നെ ഇങ്ങനെ പോവാം. എനിക്കും അതെ, ഈ വീഡിയോ ഇടാതെ ഇരുന്നിട്ടേ എനിക്കും എന്തോ ഒരു പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടൽ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയില്ലേ. അപ്പോൾ വീഡിയോ ഇടായിട്ടും എനിക്കും എന്തൊക്കെയോ ഒരു മിസ്സിങ്. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്, കാടാമ്പുഴ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ കുറച്ച് പണികളൊക്കെ അങ്ങോട്ട് ഒരുക്കി വെച്ചിട്ട് പിന്നെ അങ്ങ് കുളിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ദോശയാണ് ഉണ്ടാക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ പിന്നെ വന്നിട്ടുണ്ടാക്കുക. അതിന് മുൻപ് ചട്നിയൊക്കെ അരച്ച് വെച്ചാണ്. ചട്നിയിൽ ഞാൻ ആ ഐസ് അങ്ങനെ തണുത്ത തേങ്ങയല്ലേ ഇട്ടിരിക്കുന്നത്, അപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് അതങ്ങനെ അരയ്ക്കാൻ എടുക്കുക. അത് ശരിക്കും ലിഡ് അടയായിട്ട് എന്താ അറിയില്ല, അതങ്ങ് കുറച്ച് പൊങ്ങി. അപ്പോൾ നമ്മൾ തിരക്കിട്ടുള്ള ഒരു പണിയിലാണല്ലോ ഇതൊക്കെ ഉണ്ടാവുക, ഇരട്ടി പണിയാക്കി തരും. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് തെറിച്ചു. അപ്പോൾ എനിക്കിനി പണി നീങ്ങണമെങ്കിൽ ഇത് ആദ്യം ക്ലീൻ ആക്കണം. അങ്ങനെ കുറച്ച് സ്വഭാവമുണ്ട്. അത് ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചാൽ എൻ്റെ പണികളൊന്നും നീങ്ങില്ല. എനിക്കത് അവിടെ എന്താ അവിടെ അങ്ങനെ ആയി കിടക്കണ ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അരച്ച് വയ്ക്കുകയാണ്. ഇത് ചോറ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഹോട്ട് ബോക്സിനകത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇനി അതൊരു 1.5-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വറുത്താൽ മതി. പിന്നെ മുരിങ്ങക്കായ പരിപ്പിട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് അങ്ങനെയുള്ളൊരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് പരിപ്പൊക്കെ ഞാൻ കുക്കറിലങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് ബാക്കിയെല്ലാം തേങ്ങ അരയ്ക്കാനുള്ളതെല്ലാം അങ്ങനെ മിക്സിയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പണികളൊക്കെ ഇങ്ങനെ ഒക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ കുളിച്ച് അങ്ങനെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോസ് കുറച്ച് ഇടാൻ വൈകിയപ്പോൾ എന്തോരം മെസ്സേജുകളാണ് വന്നിരുന്നത് എനിക്ക്. ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലാണെങ്കിലും കമൻസ് ആയിട്ട് എവിടെ കാണാനില്ലല്ലോ പറഞ്ഞിട്ട് കുറേ കമൻസ്, കുറേ മെസ്സേജുകൾ. അപ്പം എന്നെ മിസ് ചെയ്യണ്ടല്ലേ എല്ലാവർക്കും. ഇത് മുരിങ്ങക്കായ പരിപ്പ് കറി പറഞ്ഞില്ലേ, അതിലേക്ക് തേങ്ങ ഒക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചാണ് മിക്സിയിൽ. ഇപ്പം തന്നെ അരയ്ക്കുന്നില്ല, ഇനി വന്നിട്ടൊക്കെ അരച്ചിട്ട് ചേർത്താൽ മതിയല്ലോ. ഒക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചാൽ പണികളൊക്കെ കുറയുമല്ലോ. മുരിങ്ങക്കായ ഞാൻ ഇങ്ങനെ നുറുക്കി തോലൊക്കെ കളഞ്ഞ് നുറുക്കിയിട്ട് ഫ്രീസറിനകത്ത് സിപ്ലോ കവറിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇത് വീട്ടിലുണ്ടായ മുരിങ്ങക്കായാണ്. അപ്പോൾ അത് വന്ന് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതാണ്. ഇനി ആവശ്യത്തിനുള്ളത് കറി ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി അങ്ങ് എടുത്താൽ മതി. അത് കുറേ കാലം അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് മാങ്ങയും ചക്കയൊക്കെ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാങ്ങയൊക്കെ തൊലി ചെത്തിയിട്ട് കറിക്കൊക്കെ എങ്ങനെ ഇടാൻ പാകത്തിനുള്ള കഷ്ണങ്ങൾ നുറുക്കില്ലേ, അങ്ങനെ ആക്കി വയ്ക്കുക. അതേപോലെ ചക്കയായാലും അങ്ങനെ തന്നെ. എന്നിട്ട് സിപ്ലോ കവറിലാക്കി ഫ്രീസ് ചെയ്താൽ മതി. പിന്നെ ആവശ്യത്തിനെടുത്തിട്ട് യൂസ് ചെയ്യാം. ഇനി ബാക്കി പണികളൊക്കെ അമ്പലത്തിൽ പോയി വന്നിട്ട് ഞാനും ഏട്ടനും കൂടിയിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. സൂര്യൻ കിടന്നുറങ്ങുകയാണെന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ അമ്പലത്തേക്ക് വരും, പക്ഷേ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോകാറൊന്നുമില്ല. അവൻ ഓക്കെ ആണെങ്കിൽ വരാം. അങ്ങനെ അമ്പലത്തേക്കൊക്കെ പോയി ഞങ്ങൾ. അമ്പലത്തേക്ക് പോകുമ്പോൾ പേരും നാളൊക്കെ എഴുതിയിട്ട് മുട്ടർക്കലാണ് അവിടെ പ്രധാന വഴിപാട് കേട്ടോ. അത് മാസം എല്ലാം മലയാള മാസം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആർക്കൊക്കെ വേണ്ടത് വെച്ചാൽ അങ്ങനെ നമ്മളുടെ പേരും നാളും ഒക്കെ എഴുതി ഇവിടെ തന്നെ കൊണ്ടുപോകും. പിന്നെ തേങ്ങ അതെ, നമ്മളെ വീട്ടിലുള്ള തേങ്ങ പൊളിച്ച് അതിൻ്റെ നാരൊക്കെ അങ്ങനെ കത്തി കൊണ്ട് ചുരണ്ടി കളഞ്ഞ് ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ടാണ് പോവുക. ഒരു തേങ്ങ അധികം കയ്യിൽ വെക്കുകയും ചെയ്യും. എന്തെങ്കിലും കാരണത്താൽ ഇനി മുട്ടറുത്തത് ശരിയായിട്ടില്ലെങ്കിൽ അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് മുട്ടറുത്തതൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങ ബാക്കിയുള്ളത് അവിടെ അയ്യപ്പൻ്റെ അവിടെ ഉടക്കില്ലേ, അങ്ങനെ നമ്മൾ തന്നെ ഉടച്ചിട്ട് പോരും ചെയ്യാം.
സൂര്യൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ രാവിലെ നമ്മൾ പോകണ സമയത്തൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞിട്ട് പോവുകയാണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക്. അച്ഛന് ഭയങ്കര വിശ്വാസമാണ് കാടാമ്പുഴ ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇടയ്ക്ക് വരുന്ന ഒരു അമ്പലമായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയിലൊക്കെ ഒരുമിച്ച് അമ്പലത്തിൽ വരും. അവിടുന്ന് പായസം, അവിടുന്ന് വാഴയിലയിൽ, അതൊക്കെയാണ് എനിക്ക് അധികം ഓർമ്മ. ആ ചൂട് കിടക്കുന്ന പായസം അവിടെ നിന്ന് തന്നെ കഴിക്കുക, അതൊക്കെ. മുൻപ് അമ്പലം ഇങ്ങനെ അല്ലായിരുന്നു. കുറേ ശ്രീകോവിലിൻ്റെ കാര്യമല്ല പറയുന്നത്, അതിന് ചുറ്റുമുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കുറേ മാറ്റമുണ്ട്. ഇപ്പോൾ അവിടെ കുറേ പണികളൊക്കെ ചെയ്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ളിലൊക്കെ പല സ്ഥലത്തും ഇപ്പോഴും അവിടുത്തെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അമ്പലത്തിലൊക്കെ ചെന്നിട്ട് ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അവിടെ ചെന്ന് ആദ്യം തൊഴുത് അവരുടെ പെർമിഷനൊക്കെ ചോദിച്ച് എന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ശ്രീകോവിലിനകത്ത് നിന്നുള്ള വീഡിയോ എടുക്കില്ല, നമ്മൾ പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നും കാണിക്കില്ലല്ലോ. അങ്ങനെയുള്ള എല്ലാ സാമാന്യ മര്യാദകളും പാലിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്. ചില അമ്പലത്തിലുള്ള അവർക്ക് എന്നെ അറിയുന്നവരുണ്ടായിരിക്കും, എന്നെ വീഡിയോയിൽ കണ്ടിട്ട് അവർ ഇതുപോലെ എൻ്റെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കാനൊക്കെ വരില്ലേ, ഇങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അതിനൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് അവിടേക്ക് ചെല്ലാൻ പറയും, വീഡിയോ എടുക്കുമെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ചില അമ്പലത്തിൽ ചെന്നിട്ട് വീഡിയോ എടുക്കുന്നത്. ഇത് ത്രികാല പൂജയുടെ പായസം കഴിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ മുട്ടറുത്തതെല്ലാം എല്ലാ മുട്ടകളെല്ലാം ശരിയായിട്ടുണ്ട്. അതായത് മുട്ടറുക്കെന്ന് പറയുന്നത് നമ്മളുടെ തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോവും എന്നുള്ള വിശ്വാസം നമ്മളുടെ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മൾക്ക് എന്തെങ്കിലും വിദ്യാമുട്ട് അല്ലെങ്കിൽ തൊഴിൽ മുട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ തൊഴിൽ കിട്ടാൻ വൈകുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു വിശ്വാസപ്രകാരം അത് ആ തേങ്ങ ഉടയ്ക്കുമ്പോൾ ആ മുട്ടുകൾ നീങ്ങിപ്പോവും എന്നാണ് വിശ്വാസം. ഇത് പോണ പോക്കിൽ പച്ചക്കറി കടയുടെ മുന്നിൽ നിർത്തിയതാണ്. ഉപ്പേരി കഷ്ണം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട്. കേബേജാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. മുൻപ് ഗൾഫിൽ ജോലിക്ക് പോണ സമയത്ത് ഞാനൊരു അറബി വീട് കാണിയിരുന്നു കേട്ടോ. ചുറ്റും ബോഗൻവില്ലയായിട്ടുള്ളത്. അന്ന് ഞാനിങ്ങനെ സ്വപ്നം കണ്ടിരുന്നു ഇതൊക്കെ. ഞാനും ഏട്ടനും അതാണിപ്പോൾ പറയുന്നത്. ഗുഡ് മോർണിംഗ്. അമ്പലത്തിലത്തെ പായസം കിട്ടിയാൽ പിന്നെ അതങ്ങ് കഴിക്കാൻ കൊതിയാവും നമുക്ക്. അതങ്ങനെ കിട്ടുമ്പോഴേ ഞാനിങ്ങനെ ഇടയ്ക്ക് വിചാരിക്കും ഒരു സ്പൂണും കൊണ്ട് അങ്ങ് പോയാലോ അമ്പലത്തേക്ക് പോകുമ്പോൾ പായസം കിട്ടിയ വഴിക്ക് കുടിക്കാൻ. ഞാൻ അവിടെ നിന്ന് ഇരുന്നിങ്ങനെ ആലോചിക്കുന്നത്, പക്ഷെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പായസം കൈ കിട്ടുമ്പോൾ ആലോചിക്കുന്നതാണ് അങ്ങനെ. പ്രസാദം കഴിക്കാം. ഈ നെയ്പായസം ആണ് മുൻപ് ഭയങ്കര ടേസ്റ്റ് തോന്നിയിരുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കഴിക്കുന്നതിനെല്ലാം ഭയങ്കര ടേസ്റ്റാണല്ലോ. വലുപ്പത്തിലാവുമ്പോൾ നമ്മളെപ്പോഴും പറയും ചെറുപ്പത്തിൽ ഭയങ്കര ടേസ്റ്റ്. അതാണോ എനിക്കറിയണില്ല. അന്ന് വാഴ ഇലയിൽ അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാൻ തരും ഈ പായസം. അതിപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, ഇതിനേക്കാളും ടേസ്റ്റ് തോന്നിയിരുന്നേ. ഇനി കറിയും ഉപ്പേരിയൊക്കെ വയ്ക്കാം. ഞാൻ നേരത്തെ പോണ സമയത്ത് ഇതിൽ മറ്റേ മുരിങ്ങക്കായ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡിഫ്രോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതങ്ങ് കഴുകിയിട്ട് ഇനി നേരെ കറിയിലിട്ടാൽ മതി. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ തൊലിയൊക്കെ ചെത്തിയിട്ട് കഷ്ണം മുറിച്ചിട്ടാണ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. പിന്നില്ലേ ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തിയില്ലേ, അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറേ ആയി വാങ്ങിച്ചിട്ട്, കുറേ മാസങ്ങൾ, ഇനിയിപ്പോൾ ഒരു വർഷമായോ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇതിൻ്റെ ബ്രാൻഡ് നെയിം ഇപ്പം എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഇത് ഞാൻ ടാഗ് ചെയ്ത് വെക്കാം, അതിൽ നോക്കിയാൽ മതി. ഈ ബ്രാൻഡിൻ്റെത് തീരെ കളറ് പോകുന്നില്ല. ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ ഫെയ്ഡാവുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. ഞാനൊക്കെ മെഷീൻ വാഷാണ് എപ്പോഴും ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഒരുപാട് ചുരുങ്ങുക, പെട്ടെന്ന് പഴകിയ പോലെയാവുക, അങ്ങനെയൊന്നും ഇല്ല ഇവരുടെ ഈ ബ്രാൻഡ്. ഇതിങ്ങനത്തെ ഞാൻ ഈ ബ്രാൻഡിൻ്റെ 2-3 കുർത്തീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ നന്നായിട്ട് തോന്നി, അപ്പോൾ പിന്നെ വേറെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
എല്ലാം നല്ലതാണ് കേട്ടോ. ഇനി അതിൽ ഞാൻ ടാഗ് ചെയ്ത് വെക്കാം, അപ്പോൾ കയറി നോക്കുമ്പോൾ അവരുടെ ബ്രാൻഡ് നെയിം മനസ്സിലാവും. കേബേജ് ഉപ്പേരിക്കുള്ളത് അവിടെ ഏട്ടൻ അരിയുന്നുണ്ട് ചോപ്പറിൽ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേബേജ്, പിന്നെ ഏട്ടനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഉണ്ടാക്കണമെന്ന് മാത്രം. ഞാൻ ഒത്തിരിയൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കും. ഇവിടെ അങ്ങനെ മുറിച്ച് വെച്ചത് എപ്പോഴും കിട്ടില്ല. വല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുക. മുൻപ് ലുലുവിലൊക്കെ കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തിരയും ഏറ്റവും ചെറിയ പീസിന്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണം, നിനക്കായിട്ട് ഇതിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ പീസ് എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു. എന്നാൽ പിന്നെ ആ ഒരു ദിവസം ഒരു നേരം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ സാധാ നമ്മൾ ഈ പച്ചക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരെണ്ണമായിട്ടൊക്കെയാണ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇത് അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമൊക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് മുരിങ്ങക്കായ കറി വയ്ക്കാം. അതിൽ പുളിയൊന്നും ചേർക്കാതെയാണ് കേട്ടോ വയ്ക്കുക. അതായത് തക്കാളി, പരിപ്പ്, മുരിങ്ങക്കായ ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം പരിപ്പ് വേവിച്ചു. പരിപ്പും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് അതിൽ പിന്നെ മുരിങ്ങക്കായ്ക്ക് പിന്നെ അധികം വേവില്ലല്ലോ. മുരിങ്ങക്കായ പിന്നീട് ഇടുകയുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവിനുള്ള പച്ചമുളകൊക്കെ ആദ്യം ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ അതിൽ തേങ്ങ, ജീരകവും ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് ചേർക്കണം. പിന്നെ കടുകും ഉലുവയും വറ്റൽമുളകും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിടുന്നു, വേപ്പിലിടുന്നു. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അധികം പണികളൊന്നുമില്ല. ഇനി കറിയായി, ഉപ്പേരിയായി. ഇനി ദോശ ഉണ്ടാക്കണം. പിന്നെ ഈ കറിയും ചട്നിയും വറുത്തിടണം. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുൻപ് എടുത്ത് വെച്ചതാണ് കേട്ടോ. സൂര്യൻ്റെ സ്കൂളിൽ അവൻ്റെ എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നുണ്ട്. +1 എക്സാമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, അങ്ങനെയാണല്ലോ ആൻസർ പറയുക, കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ അറിയാം. ഞാൻ എൻ്റെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ. അതായത് വീഡിയോയിൽ ചിലരൊക്കെ നെഗറ്റീവ് പോലെ വേണമെങ്കിൽ നെഗറ്റീവ് ആക്കാം. ഇതൊന്നും എന്താ പറയുക, ഇതുപോലൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നോ, ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ഞാനിങ്ങനെ കിച്ചണിൽ പണികളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ്. ഇതുപോലെയൊന്നും എന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നോ അങ്ങനെയുള്ള അതുപോലെയുള്ള എന്തൊക്കെയോ കമൻസ് കാണാം. പക്ഷേ ഞാൻ എന്നിട്ടിങ്ങനെ വിചാരിക്കും, ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിലെന്താണ് അസാധാരണമായിട്ടുള്ളത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതെല്ലാം സാധാരണ എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ? ഇതിലെന്താണ് പ്രത്യേകത എന്നുള്ളത് പിടുത്തം കിട്ടിയിട്ടില്ല. എന്താണാവോലെ, എന്തെങ്കിലും ആവട്ടെ. ഇനി അതിന് ഉത്തരം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഇതിൽ കമൻസ് ആയിട്ട് ഇടണം കേട്ടോ. എന്തായിരിക്കും അങ്ങനെ പറയാനുള്ളൊരു കാരണം? നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്താണ് തോന്നുന്നത്, എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം എന്നുള്ളത്? ഇതിൽ സാധാരണ അല്ലാത്ത എന്താണിതിൽ എൻ്റെ വീഡിയോയിലുള്ളത്? എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയല്ലേ ഞാനും ചെയ്യുന്നത്? എന്താണ് അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, എന്നാലും അതിനൊരു ഉത്തരം കണ്ടെത്തണമല്ലോ. എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു റീസൺ അവരുടെ കണ്ണിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഭാഗ്യം കുപ്പി പൊട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു കുപ്പി പൊട്ടി, ഇനി അടുത്ത വെളിച്ചെണ്ണ കുപ്പി വാങ്ങിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. ഒന്നും പ്രശ്നമില്ല. ഞാൻ ബാക്കിയുള്ളതെല്ലാം കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ചായ ഒരു സ്റ്റൗവിൻ്റെ മുകളിൽ വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ ചായ മാത്രം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയം ചായ വെച്ചിട്ട് അതിങ്ങനെ നോക്കി നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഉള്ളൊരു ക്ലീനിങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ, എന്നാൽ പിന്നെ ആ ടൈമിൽ അതങ്ങ് നടക്കുമല്ലോ വിചാരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ആ കുപ്പി അവിടെ കുപ്പി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ. പക്ഷെ എന്തോ അതിനും തട്ടിയിട്ടാണ് ഞാൻ തുടച്ചത്. അത് ഐക്യയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഐക്യ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബാംഗ്ലൂരിൽ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ മുൻപ് കുറേ ഐറ്റംസ് കിച്ചണിലേക്കും വീട്ടിലേക്കുള്ള മൊത്തം ഐക്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഇത്. പിന്നെ വെള്ളമെടുത്ത് വയ്ക്കുന്ന ഗ്ലാസ് ജാറില്ലേ, അത്. അങ്ങനെ കുറേ ഐക്യേൻ്റെ സാധനങ്ങൾ നിറച്ച് കാണാം വീട്ടിന്. പിന്നെ ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് നെസ്റ്റാഷ്യ. അതിൻ്റെയും കുറേ ഉണ്ടായിരിക്കും. പിന്നെ വേറെ ഏതൊക്കെയോ ഉണ്ട്. ഇതാണ് ഐക്യയാണ് മെയിൻ. ഐക്യ എന്നെ കൊളാബിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യൂട്ടാ. പക്ഷെ വിളിക്കില്ല എന്നുള്ളതാണ് സത്യം. ഐക്യയ്ക്ക് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ഒന്നും പരസ്യം വേണ്ട. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ഈ പാത്രം കഴുകി വയ്ക്കുന്ന ആ സ്റ്റാൻഡില്ലേ, ആ ബ്ലാക്ക്, അതും ഐക്യെന്നാണ് കേട്ടോ. അത് ഇതിൽ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നുന്നു. വളരെ ചെറുതാണത്. അതിൽ കുറച്ച് പാത്രങ്ങളെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വളരെ കുറച്ച് പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന കാരണം എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കുറേ പാത്രങ്ങളൊന്നും അതിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച്
കുറച്ച് വലുതായിട്ട് തോന്നുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കിച്ചൺ കാണുമ്പോഴും അതെ, എൻ്റെ ചേച്ചിയൊക്കെ വരുമ്പോൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഓണത്തിന് വന്നില്ലേ, അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഹൗസ് വാമിങ്ങിന് വന്നിട്ട് പിന്നെ ഓണത്തിനാണ് വരുന്നത്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുത് പോലെ തോന്നുന്നുണ്ട്, കുറച്ച് സ്പേഷ്യസ് പോലെ കിച്ചണൊക്കെ. വലിയ സ്പേഷ്യസ് അല്ല കേട്ടോ, പക്ഷെ അത്ര ഇല്ലയെന്ന് ശരിക്കും കാണുമ്പോൾ കിച്ചണൊക്കെ ചെറുതാണ്, വീഡിയോയിൽ കുറച്ചധികം സ്ഥലമുള്ള പോലെ ഉണ്ടെന്ന്. അതേപോലെ എൻ്റെ വേറൊരു ഫ്രണ്ടും പറഞ്ഞു പടുത്ത് വന്നപ്പോൾ, ഇത് വീഡിയോയിൽ കുറച്ച് വലിയ കിച്ചൺ പോലെയാണ് തോന്നുന്നത്, പക്ഷെ അത്ര തന്നെ ഇല്ല നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഈ ടേബിളിലിരിക്കുന്നത് ലക്കി ബാമ്പു ആണ് കേട്ടോ. ലക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിച്ച് വെച്ചതൊന്നുമില്ല, കാണാൻ ഭംഗിക്ക് വെക്കുന്നതൊക്കെയാണിത്. ലക്കി ബാമ്പു ആയാലും മണി പ്ലാന്റ് ആയാലും മൊത്തം ഒരു പച്ചപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇത് വെക്കുന്നത്. ഇത് അവിടെ വെക്കാൻ പാടില്ല, ഇവിടെ വെക്കണം, അങ്ങനെയുള്ള ഒരു രീതിയിലും അതൊന്നും വിചാരിച്ചിട്ട് കൊണ്ട് വെക്കുന്നതൊന്നുമല്ല. അങ്ങനത്തേലൊന്നും വിശ്വാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടും വെക്കുന്നതുമല്ല. നമ്മൾക്ക് ഇതൊക്കെ ഇങ്ങനെ പച്ചപ്പൊക്കെ വീടിനകത്ത് അവിടെ ഇവിടെയൊക്കെ കാണാൻ ഇഷ്ടമാണ്, അങ്ങനെ മാത്രം വിചാരിച്ച് വെക്കുന്നതാണ് ഇതൊക്കെ. അങ്ങനത്തേലൊന്നും വിശ്വാസം ഇല്ലയെന്നോ അല്ലെങ്കിൽ അങ്ങനത്തേലൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. വിശ്വസിക്കണം എന്നുള്ളതും വിശ്വസിക്കേണ്ട എന്നുള്ളതും എല്ലാം അവരവരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞാനിങ്ങനെ വെച്ചതാണെന്ന് പറഞ്ഞതാണ്. ഇതിലാരോ ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ അവിടെ വെക്കാൻ പാടില്ല, അങ്ങനെ എന്തോ, ഞാനതൊക്കെ ഓർമ്മയില്ല, എന്തോ ഒരു കമൻറ്റ്, അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അതൊക്കെ വിശ്വാസമുള്ളവർക്ക് അതെല്ലാം ഓക്കെ, ആ രീതിയിൽ പോകണം, പിന്നെ അല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടില്ലേ. ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇത് മുട്ടെടുത്ത് തേങ്ങ കൊടുന്നിട്ട് ഇപ്പം അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. ഇനി 2-3 പീസ് വെച്ചിട്ട് എന്നും ചിരകിയിട്ട് അത് ഫ്രീസറിലേക്ക് മാറ്റും, അല്ലെങ്കിൽ കുറേ ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിലിരുന്നാൽ പെട്ടെന്ന് കേടുവന്ന് പോകും, കുറച്ചധികം ഉണ്ടല്ലോ മുട്ടെടുത്തത്. ഇനി അത് മീൻ കറിയിലേക്ക്, നോൺ വെജ് കറിയിലേക്കൊന്നും എടുക്കില്ല, അല്ല വെജിറ്റേറിയൻ കറിയൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് മാത്രം. ഇനിയിപ്പോൾ രാവിലത്തെ ക്ലീനിങ് ഒക്കെ വളരെ കുറച്ച്, ഇനിയിപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു വരികയുള്ളൂ. മുറ്റടിക്കലും തുടയ്ക്കലും ഒന്നും ഇന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓർഡർ എടുക്കാനിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക, ഓർഡർ എടുക്കുന്നുണ്ട് പോയിട്ട്, പക്ഷേ എല്ലാം ഞാൻ അങ്ങ് ഷൂട്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഓർഡർ ആക്കിയിട്ട് ചിലപ്പോൾ അവർ GPay ചെയ്തു തരും. അപ്പോൾ നമ്മളത് ആ സമയത്ത് തന്നെ അതങ്ങ് അവർ റിസീവ് ആയി എന്നുള്ളത് ആ മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും, പൈസ അങ്ങ് അയച്ചതല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താണ് പറയുക, വാട്സപ്പ് എടുത്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ, ഈ പണിയുടെ ഇടയിൽ അതും ചെയ്യുന്നുണ്ട് ഞാൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓർഡർ എടുക്കാൻ. വേറെ ഇപ്പോൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തിന് ഓർഡർ എടുക്കാണ്ടാവും. ഞാൻ ആ പൈസ വന്നത് മാത്രം നമുക്ക് മെസ്സേജൊക്കെ വരുന്ന സമയത്ത് വേഗം പോയിട്ട് അത് എഴുതി വെക്കുന്നതും അവർക്ക് മെസ്സേജ് അയക്കുന്നതൊക്കെയാണ്. എൻ്റെ ക്ലോത്തിങ് സ്റ്റോറ് 1 വർഷം കഴിഞ്ഞല്ലോ. വളരെ സന്തോഷമുണ്ട്. എല്ലാം നല്ല രീതിയിൽ, അതായത് തുടങ്ങിയിട്ട് നല്ല രീതിയിലാണ് എല്ലാം. ഇപ്പോൾ നിങ്ങൾ തന്നെയല്ലേ എൻ്റെ കസ്റ്റമേഴ്സ്, നല്ല കസ്റ്റമേഴ്സാണ് എല്ലാവരും. നല്ല രീതിയിലാണ് ക്ലോത്തിങ് സ്റ്റോർ നടന്നു പോകുന്നത്. എല്ലാം വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഒരേ ഇരിപ്പിരിക്കും, ഓർഡർ എടുക്കലും പാക്കിങ്ങും ഡിസ്പാച്ച് ആക്കലും എല്ലാം കൂടിയായിട്ട്. ഇനി അതിൻ്റെ ഒരു തിരക്കായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.